യെസ്. ഏത് മിറർ നോക്ക്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. മിറർ ഫിറ്റ് ചെയ്തില്ലേ? പിന്നെ അതെടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അത് വെപ്പിക്കത് സെപ്പറേറ്റ് പിന്നത്തേക്ക് ആക്കാൻ നിൽക്കണ്ട. ലൈറ്റ് സെറ്റ് ചെയ്തു. മിറർ എവിടാ? അതുകൊണ്ട് ഇതും വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഞാൻ ഒന്ന് കയറി വരട്ടെ, ഒരു മിനിറ്റ്. അയ്യോ, ചൂടടിച്ച് പുഴുങ്ങുന്നല്ലോ. നമ്മുടെ എക്സ്ട്രാ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അത് അല്ലാതെ കോളിംഗ് ബെല്ലാവും. എന്ത് ഫ്രണ്ട് ഇവിടെ ക്യാമറ വന്നിരിക്കുന്നത്? ഓക്കെ. അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലേ? അവിടെ താഴെ ഇത് ഇവിടെ ക്യാമറ തൊട്ട് കാണിച്ചേ. അത് അഡ്ജസ്റ്റ് ചെയ്ത് മേപ്പോട്ടും താഴോട്ടും മേപ്പോട്ടും താഴോട്ടും ആക്കുമ്പോൾ അങ്ങ് ചെയ്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ ഓക്കെ, ക്വാളിറ്റി കുഴപ്പമില്ല അല്ലേ? ബാക്കി കറക്റ്റ്. പക്ഷെ ഭയങ്കര വൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. സ്വിച്ചിലാണോ? അതിനകത്ത് ടച്ച്, അതിനകത്ത് വല്ല അത് കുഴപ്പമില്ല. മറ്റേത് ഓഫ് അതോണായി. ബാക്കിൽ അത് ഓണാക്കണം. അത് ഓണാക്കിയാലേ പറ്റത്തുള്ളൂ. ഈ ഇത് അത് ഓണാക്കിയാലേ പറ്റത്തുള്ളൂ അല്ലേ? ഓണാക്കി. കൂളിംഗ് ആയി. ഇട്ടപ്പോ തന്നെ കൂളിംഗ് ആയി അല്ലേ? നീ ഹൈ ആണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ലോ മോഡ്. ഏടാ എ സിയുടെ ഏറ്റവും ലോയാ. ഒന്ന് കൂട്ടിക്ക്, കുറച്ച് കൂട്ടിക്ക്. ഇതാണ് മാക്സിമം. ഇത് ഭയങ്കരമോ? കുറച്ച് ലോ ഇട്ട്. ലോഡ് ആവശ്യമുള്ളൂ കേട്ടോ, അതിന് വേണ്ട കാര്യമില്ല. പിന്നെ സ്റ്റീരിയോ എന്താ അങ്ങനെ അഡീഷണൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്? ആ സ്വിച്ച് കുഴപ്പമില്ല, നല്ല ഓപ്ഷനാണ്, കുഴപ്പമില്ല. പെട്ടെന്ന് സ്വിച്ച് വെച്ചാൽ മതില്ലേ, തപ്പാൻ നിൽക്കണ്ട. എന്തേലും മ്യൂസിക് വായിക്ക്. ആകം ആ ലൈറ്റൊക്കെ ഓണാക്കിയൊന്ന് അന്ന് കാണിച്ചില്ലല്ലോ. ഞാൻ ഈ പച്ച മാത്രം ഇടാൻ പറ്റുമോ? എന്നിട്ട് അതിനകത്ത് തന്നെ പച്ച ലൈറ്റ് ഉണ്ടല്ലേ? കുഴപ്പമില്ല, അതങ്ങ് മൂവ് ചെയ്തോ. കുഴപ്പമില്ല. ഓക്കെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ അവിടെ ആ ലൈറ്റ് അവിടെ വന്നല്ലേ, ഫ്രണ്ടിലോട്ട് കയറി വെച്ച്. എടാ മിററിൻ്റെ കാര്യം ഇപ്പോൾ ചോദിക്കണം. ഇതാണ് നമുക്കിപ്പോൾ ഓൾറെഡി അകത്ത് ഇത്രയാണ് ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് എ സി ഇതിപ്പം ഏറ്റവും ലോയിൽ ഞങ്ങൾ ഇത്ര നേരം ഇട്ടത്. ഏറ്റവും ലോ ഇട്ടപ്പോൾ തന്നെ അത് കറക്റ്റ് നല്ല കൂളിംഗ്, ഇട്ടപ്പോൾ തന്നെ ഓൺ ആക്കിയപ്പോൾ തന്നെ നല്ല കൂളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാണ്ട് ഇത് സ്റ്റീരിയോ ഇതും വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ തന്നെയാണ് എക്സ്ട്രാ അതാണ്ട് ബാക്ക് ക്യാമറ മാത്രം. ഇത് അതിനകത്ത് ടച്ചാണ്, അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ സെപ്പറേറ്റ് അഡീഷണൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് വണ്ടി ഓടിക്കും, പെട്ടെന്ന് നമുക്ക് അവിടെ തൊടാനോ എടുക്കാനൊക്കെ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് സ്വിച്ച് ആകുമ്പോൾ നമുക്ക്
പെട്ടെന്ന് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്ക് ക്യാമറ ഓൺ ആയിക്കോളും. പിന്നെന്താ, അത് വെച്ചിരിക്കുന്ന സ്പോട്ടും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പക്ക കാണുന്ന രീതിയിലാണ് ഇതും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെന്താണ്, പിന്നെ ഇനി അടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സീറ്റിന് കവർ ഇടണം. അതാണ് ഈ സെയിം കവർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് ഇതില്ല. ഇനി ഇത് പറഞ്ഞാൽ ഇത് കാണാൻ പറ്റത്തില്ല അല്ലേ? ഏതാ എക്സ്ട്രാ ചെയ്ത് AC ഓണാക്കിയിരിക്കാമോ? അതങ്ങ് അടച്ചേക്ക് അതേക്ക്. നമ്പർ നമുക്ക് പ്ലേറ്റ് ഷോറൂമിൽ ചെന്നിട്ട് വെച്ചാൽ മതിയല്ലോ. ഭാഗം അങ്ങോട്ട് പോയിട്ട് ഇറങ്ങുമ്പോൾ ബാഗ് എടുത്തു. അപ്പോൾ ഇവിടുന്ന് പണിയെല്ലാം കഴിഞ്ഞ് സമയം 5:30. ഞങ്ങൾ നേരെ കോട്ടയം ഷോറൂമിലോട്ട് വണ്ടി കൊണ്ടിടാൻ പോകും. അവിടെ ഇനി 2 ദിവസത്തെ പണി കാണുമായിരിക്കാം. എൻ്റെ ABS ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഷോറൂമിൽ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പോട്ടെ ഇത് മാറ്റേണ്ട വരുമായിരിക്കും. മാറ്റണം. നോക്കിക്കേ. ഇത് മാറ്റേണ്ട വരും. ഇത് മാറ്റണം. അല്ല എടുക്കത്തില്ല. നീ ആ വണ്ടി പോട്ടെ. എടുത്തോ. പോട്ടെ കാലെടുത്തോ. ബാഗിൽ എടുത്തിട്ടേ പെല്ലോട് കയറ്റി നിർത്തും. ഞാൻ പതുക്കെ വന്ന് കയറിക്കോളാം. ഓക്കെ എടുത്തു. മണർക്കാട് തോട്. നമ്മൾ തിരിച്ച് മണർക്കാട് വഴി തന്നെ പോകുന്നത് അല്ലേ?
സൈഡ് കാണുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഫ്രണ്ട് ക്യാം ഓൺ ആക്കി ഇടാൻ പറ്റുമോ? ജസ്റ്റ് ഫ്രണ്ട് ക്യാം ഓൺ ആക്കി ഇടാൻ പറ്റുമോ? ഫ്രണ്ടോ ബാക്കോ? ബാക്കായാലും കുഴപ്പമില്ല, ബാക്കായാലും കുഴപ്പമില്ല, രണ്ടും കൂടെ ഓൺ ആക്കി ഇടാൻ പറ്റും. അത് നല്ല ഓപ്ഷനാണ് കേട്ടോ. പക്ഷെ ഇത് റെക്കോർഡല്ലേ അല്ലേ? ഇത് റെക്കോർഡിംഗ് ആണോ? ബാക്ക് റെക്കോർഡിംഗ് ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഫ്രണ്ട് റെക്കോർഡിംഗ്. ആ ഓക്കെ ഓക്കെ. അല്ല അത് വേണ്ട, അത് റെക്കോർഡിംഗ് ചെയ്യണ്ട, ജസ്റ്റ് നമുക്കിപ്പോ റണ്ണിങ്ങിൽ ഇപ്പൊ കാണാനായിട്ടേ അത് ബാക്ക് മാത്രം ഒന്ന് ഓൺ ആക്കി വന്നിട്ടേക്ക്. അതിപ്പോ ചെയ്യണ്ട, അല്ല ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി എന്നാണ് അത് ബാക്ക് എടുക്കണം. ഈ എ സിയുടെ ഈ ലൈറ്റിന്റെ അവരെന്താ പറഞ്ഞ ആ കട്ട് ഓഫ് ആയി. ആ ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്ക് കട്ട് ഓഫ് ആയി പോണം, കട്ട് ഓഫ് ആയി നിൽക്കണം. അത് എന്നാലേ ഇതിന്റെ വണ്ടിയുടെ കംപ്രസർ, അതായത് മൈലേജിന് എന്തോ സ്കീം അല്ലേ, മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ കട്ട് ഓഫ് ആയി നിൽക്കണം. പക്ഷെ അങ്ങനെ കട്ട് ഓഫ് ആകുമ്പോൾ ഫാൻ ഓഫ് ആകത്ത് എടുക്കത്തൊന്നുമില്ല, ഫാൻ ഇങ്ങനെ റണ്ണിങ്ങിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ ഓണായി. ആളെ മണ്ണർക്കാട് പള്ളി കാണാൻ പറ്റത്തില്ലായിരിക്കും. AC നല്ല കൂളിംഗ് ഇട്ടപ്പോ തന്നെ നല്ല കൂളിംഗ് ആയി അല്ലേ? ഒന്നില് ഇട്ടപ്പോ തന്നെ നല്ല കൂളിംഗ് ആയി. AC ഇല്ലെങ്കിൽ ഭയങ്കര പാടാ, ഭയങ്കര ബുദ്ധിമുട്ടാ. ഇപ്പൊ AC സെറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് AC കൊള്ളാവോ, നല്ലതാണോ, എന്തെങ്കിലും പണിയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് ഇനി ഓടിച്ച് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ അവർ എല്ലാം ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ഇത് AC-യുടെ ഇത് വർക്ക് കൂടാതെ അഡീഷണൽ നമ്മൾ ഈ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. പിന്നെന്താ അഡീഷണൽ അത് ക്യാമറയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി AC-യുടെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇനി എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടാകുകയോ വരികയോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകണം അല്ലേ? നോ എൻട്രി അല്ലേ? ലെഫ്റ്റ് എടുത്ത് വണ്ടി പോകുമല്ലോ, കുഴപ്പമില്ല. പോയിട്ട് അവിടുന്ന് റൈറ്റ് കയറി വന്ന വഴി തന്നെ പോകും അല്ലേ? അപ്പോൾ ഇനി ഇത് കംപ്ലൈൻ്റ് ആണോ, ഇത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ്, പാനലാണ്, അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഓൾറെഡി പറയാം. കാരണം ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങി തുടങ്ങിയല്ലോ, ഇനി ഓടിച്ച് കഴിയുമ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓട്ടത്തിൽ ഇനി എന്തെങ്കിലും AC-ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ലെഫ്റ്റ് ഓക്കെ പോട്ടെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ പ്രശ്നം ആവുകയാണെന്നുണ്ടെങ്കിൽ പറയാം. ഇതിപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഈ AC വെച്ചത് തന്നെ ഞങ്ങൾ ഷോറൂമിൽ കോട്ടയത്ത് ഷോറൂമിൽ കൊടുത്തു. അപ്പോൾ ആ ഷോറൂമിൽ സർവീസിന് വന്ന വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഇത് വെച്ചിരിക്കുന്ന കണ്ടു ഞങ്ങൾ. അങ്ങനെ അവരുടെ നിന്ന് കോൺടാക്ട് മേടിച്ചിട്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് കുറേ വെച്ചിട്ട് ഇത്ര വർഷങ്ങളായി, ഞങ്ങൾ കോട്ടയത്ത് ഈ പറഞ്ഞ ഈ അയർക്കുന്നത്താണ് ഞങ്ങൾ സാധനം വെച്ചത്, ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് സാധനം വെച്ചത്, ഇതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളും അങ്ങനെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അങ്ങനെ അവരാണ് ഞങ്ങൾക്ക് കോൺടാക്ട് നമ്പർ തന്നത്. അങ്ങനെ അവരുടെ കോൺടാക്ട് നമ്പർ വെച്ചിട്ടാണ് പറയാമായിരുന്നല്ലോ. അവര് ആ വണ്ടി ഓടിക്കുന്ന അവർക്ക് വേണമെങ്കിൽ പറയാം, മോനെ ഇത് കൊള്ളത്തില്ല, ഇത് കംപ്ലൈന്റ് ആണ്, ബുദ്ധിമുട്ടാണ്, അത് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷെ അവര് ഉള്ള പോലെ അവർ പറഞ്ഞു ഇന്നടത്തുനിന്നാണ് ഞങ്ങൾ വെച്ചത്. ഞങ്ങൾ ഓൾറെഡി പാലക്കാടോ മലപ്പുറത്ത് എവിടെ നിലമ്പൂര് കൊണ്ട് വെക്കാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. ഞങ്ങൾ ലോറി പണിഞ്ഞിട്ട് നേരെ നിലമ്പൂർ കൊണ്ട് കൊടുക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ഷോറൂമിൽ ഒരു വണ്ടി AC വെച്ച ഒരു വണ്ടി കണ്ട്. അപ്പോൾ അവരാണ് ഈ ബസ്സിന്റെ പുറകിനെടുത്തു. അപ്പോൾ അവരാ പറഞ്ഞത് കോട്ടയത്ത് ഇതിൻ്റെ ചെയ്യുന്നുണ്ട്, AC-യുടെ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ വണ്ടിക്ക് അവരെ വെച്ച് തന്നെ, അവർ നല്ല വർക്കാണ്, ഇതുവരെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നല്ല നീറ്റ് പണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അവരുടെ കോൺടാക്ട് നമ്പർ മേടിച്ചിട്ട് വണ്ടി കോൺടാക്ട് നമ്പർ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് ഇത് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി കയറിപ്പോട്ടെ.
അപ്പം ഞങ്ങൾ ഈ എടുത്ത വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതാക്കരുത്, അവരുടെ പണി കൊള്ളത്തില്ല, വീഡിയോ കണ്ടിട്ട് അവരുടെ പണി നല്ലതായിട്ട് തോന്നുന്നില്ല, അവർ പണി നല്ലതായിട്ട് ചെയ്തായിട്ട് ഒരു തോന്നുന്നില്ല, അങ്ങനെ പറയരുത്. കാരണം അവർ ചെയ്യുന്ന വർക്ക് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നത് ഞാൻ തട്ടിമുട്ടി അവിടെ ഇവിടെയായിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ ഞാൻ. അപ്പം ആ വീഡിയോ ഞാൻ എടുക്കുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവരുടെ വർക്കിനെ നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഇപ്പം നമുക്കിത് ഓടിയിട്ട് എന്തെങ്കിലും ഓട്ടത്തിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ, ഇപ്പോൾ ഇത് ഓടി ഇപ്പോൾ AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇനിയിപ്പോൾ ഈ ഓട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞ് ഇനി എത്രത്തോളം നമ്മൾ AC ഓണാക്കി ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്, എങ്ങനെയൊക്കെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നത്, എന്തായിരിക്കും ഇത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അല്ലാതെ ഇപ്പം അവർ ചെയ്ത പണി വെച്ചിട്ട് നിങ്ങൾ അവരെ ജസ്റ്റ് കമ്പയർ കാര്യങ്ങളും ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ പോകുന്ന റൂട്ടിൽ ഇനിയിപ്പോൾ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു അതനുസരിച്ചിട്ട് എന്തൊക്കെയാണ് കംപ്ലയിൻറ്റ് വരുന്നുള്ള കാര്യം നമുക്ക് അന്നേരം അത് പറയാം. ഓക്കെ, ഇപ്പം നാളെ മണർകാടായി, ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കോട്ടയത്തോട്ടാണ് വണ്ടി പോകുന്നത്, കോട്ടയം ഷോറൂമിലോട്ട്. പോട്ടെ അടിപൊളി ഒരു സിറ്റി. ഇപ്പഴേ കൂളിംഗ് ആയി അല്ലേ? ഇപ്പഴേ കൂളിംഗ് ആയി. ഒരു കറക്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അരമണിക്കൂർ കറക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂളിംഗ് അവിടെ നിന്നോളൂ. ബൈക്ക് പോടാ പോട്ടെ നേരം അങ്ങനെ നീ എങ്ങനെ പോകും? ലെഫ്റ്റ് എടുക്കണം, നേരെ തന്നെ പോകും. ഇല്ല ബൈക്കുകാരൻ അവിടെ നിൽക്കേണ്ടത്. നമ്മൾ ലെഫ്റ്റിലോട്ട് വെട്ടിച്ചാലാണ് വിഷയം വരുന്നത്. നമ്മൾ വെട്ടിക്കാൻ ആ ലെവലിൽ തന്നെ നേരെ അങ്ങ് പോയാൽ മതി. അപ്പം വരുന്ന ബൈക്കുകാരൻ അതനുസരിച്ച് അങ്ങ് പോകും. അപ്പോൾ എന്തായാലും ചങ്ങനാശ്ശേരി പോകാൻ സമയമില്ല, ഇവിടെ തന്നെ കയറാതെ മതി. നമുക്ക് സമയമുണ്ട്. ഓടിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ? വണ്ടി ഓടിക്കാൻ ആ മറ്റേ എന്തായിരുന്നു ഡ്രൈവിംഗ് ഇതാക്കില്ലേ, ഡ്രൈവിംഗ് സ്കൂൾ ആക്കില്ലേ?
മൊത്തം പെണ്ണുങ്ങളാണേ, ആണുങ്ങൾ കുറവാ. വഴി കാണിക്കാം. എന്തുകൂടെ വണ്ടി നോക്കാതെ കയറ്റി വെക്കുമോ? അടുത്ത് വഴി കാണിക്കാം. ഇതിലൂടെ കയറിയത് കാണിക്കാം. എന്താ പറയുക, കയറ്റി വെക്കുക. അപ്പം കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്ന് ചവിട്ടുന്നുള്ള മൈൻഡാ. എവിടെ കിട്ടാന്? ഇപ്പൊ കിട്ടും, കുഴപ്പമില്ല. കാലിക്ക് വരുന്നോണ്ട് കുഴപ്പമില്ല. ഇതാ വൺ വേ. വണ്ടി കാറ് വേണ്ടോ? കാറ് കയറി ആ വഴിയാണ് നീ കയറി വന്നേ? അങ്ങനെ കയറി വരാൻ പറ്റുമായിരുന്നോ? അങ്ങനെ നീ വന്നു? ആ വഴി വരാൻ പോലീസാ പറഞ്ഞേ. അങ്ങനെ വരാൻ നോക്കണോ പറഞ്ഞു. ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ഈ വഴി നീ കയറി വന്നേ? ഓ, റിസ്കി ഫാക്ടർ. ഈടാ മോനെ, നീ അങ്ങനെ കയറി വന്നില്ലയോ? തിരിയാൻ പറ്റില്ലല്ലോ. അത് എന്തായാലും പറ്റത്തില്ല. നാട്ടി ഈ വഴി വന്ന് കയറുന്നത് ഓർക്കിച്ചു. നീ എങ്ങനെ ഈ വഴി എന്തായാലും ലെഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നീ വീണ്ടും ടൗണിൽ പോയി വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരുവാണോ? പക്ഷെ എന്നിട്ട് ഞാൻ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് അവിടുന്ന് നേരെ നോക്കിയിട്ട് എന്തായാലും നീ തിരിഞ്ഞു വരേണ്ട സമയം ആയിട്ടില്ല. അതാണ് ഈ സിഗ്നല്. ഇവിടുന്ന് എന്തായാലും നീ യൂട്ടേൺ എടുക്കത്തില്ല. ഇവിടെ എന്തായാലും യൂട്ടേൺ എടുക്കാൻ പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. അപ്പൊ ഞാൻ നീ നേരെ കയറി പോയോ? ആ വണ്ടിയുടെ പുറകെ നിന്നുകൊണ്ട് ഇത്ര നേരം നിന്നുകൊണ്ട് ആ നോമ്പിന് ക്ഷീണം മാറുന്നില്ല. എടാ ലെഫ്റ്റ് ആയിരുന്നോ? ബൈക്ക് ആ പോട്ടെ അങ്ങനെ ഇഞ്ഞെടുത്തു പോട്ടെ സോറി സാർ ഇങ്ങോട്ട് പോയി കയറത്തില്ല, അങ്ങോട്ട് അങ്ങനെ പോയി കയറത്തില്ല. നീ സംഭവം എന്താ പറയോ, സംസാരിച്ചങ്ങ് നേരെ നൈസായിട്ട് വൺ വേ പോലെ അങ്ങ് ചേർത്താക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അത് വൺ വേ അല്ലായിരുന്നു. ഞാനൊന്നും പറയണ്ട ചെല്ല്. എടാ കാറല്ല വേണം പെട്ടെന്ന് ഇട്ട് തിരിക്കാനും മറിക്കാനും ഒക്കെ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വൺ വേ പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ അത് വൺ വേ അല്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. നീ ആ ഹോൺ അങ്ങ് നിർത്തുവോ പറച്ചവനോ? ആ അതായിരിക്കും നല്ലത്, സാധാ ഹോൺ മതി. പോട്ടെ, ലെഫ്റ്റ് ഓക്കെ പോട്ടെ. യെസ്, സീനില്ലെന്നാ പറയുന്നത്. നടക്കുന്നത് മറ്റേ ഗോൾഡൻ അച്ചായൻ ഗോൾഡന്റെ യെല്ലോ BM X5 ആണോ അത്? എന്നതാ ഏറ്റവും വലിയ പാപം എന്താ പറയോ, വിളിച്ച് കാണിക്കുന്ന വീഴുന്നേ. മനുഷ്യന്മാരില്ലേ, കണ്ണു പിന്നെ എന്തിനാ കാണാനുള്ളതല്ലേ? കണ്ടു വിളിച്ച് കാണിക്കരുത്. പോയ ആള് പോലെ നീ അശ്രദ്ധ കാണിക്കില്ല. നേരെ നോക്കി നിനക്ക് അശ്രദ്ധ ഭയങ്കര കൂടുതലാണ് കേട്ടോ മോനെ. ഇത് ശരിയല്ല കേട്ടല്ലോ. ആ സിഗ്നൽ റോഡിന് നടുക്കൊണ്ട് വെച്ചിട്ട് ഞാൻ വന്നത് ശരിയല്ലേ? ഇത് വണ്ടിയല്ലേ? മറ്റേ അഭിനയം കണ്ടില്ലയോ? ഇത് വണ്ടിയല്ലേ പുള്ളി? ചേട്ടാ നോക്കണേ
ഈ വണ്ടിക്ക് ടെൻഷൻ ഇതാ, പെട്ടെന്ന് ഒതുക്കാനോ നിർത്താനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ റോഡ് ഫുള്ള് കാണാം അല്ലേ? അതെ, ബസ്സുകാർ മറന്നുകൊണ്ടില്ലേ? ആ ചുമ്മാ അല്ലേ ബസ്സുകാരൊക്കെ വെച്ച് അലക്കി പോകുന്നത്. അയ്യാടാ തൊണ്ടയൊക്കെ പറ്റി. 6 രൂപ വേണോ? 6:20 ആയത്. അവിടെ 6:37 എത്തിയല്ലോ, കുഴപ്പമില്ല കിട്ടും. അതാണ്ട് ഈ വളവ് ഞാൻ ഒരു ബുള്ളറ്റും കൊണ്ട് വന്ന ഒരു തന്നെയായിരുന്നു. പിന്നെ നിരങ്ങിയൊരു പോക്ക് പോയി. വീട് കാര്യം തീർന്നാന് ഭാഗ്യാസം പെട്ടിലോട്ടങ്ങ് പോയത് കാര്യമായി. അങ്ങനെ ആ ബെൻസിൻ്റെ ഇത് അടച്ചോ? നമുക്കത് പോയി ചോദിക്കാമായിരുന്നല്ലോ. അത് എത്ര മണി വരെ കാണുമോ അവർ? എന്തായാലും പള്ളി പോയിട്ട് പോയല്ലേ. ഒടിയട്ടെ 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 ഒടിയട്ടെ. ആ പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഷോറൂമിൽ കൊടുത്തിട്ട് ഷോറൂമിൽ നാളെ കിട്ടുമോ വണ്ടി? നാളെ അങ്ങനെ നോക്കിക്കോളൂ. ഇൻഷുറൻസുകാരെ നോക്കിക്കോളൂ. എന്തോ ഇൻഷുറൻസുകാരനെ അവിടെ നോക്കിക്കോളൂ. അതാ പറഞ്ഞു നാളെ കൊണ്ട് ഒന്നേര് വരുമോന്ന്. നാളെ അങ്ങനെ പറഞ്ഞു, ഞാൻ വിളിച്ചു പറഞ്ഞു. നാളെ അങ്ങനെയാണെങ്കിൽ നാളെ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നാളെ വണ്ടി എടുത്താൽ നാളെ മറ്റന്നാൾ സ്റ്റിക്കർ ഓർഡർ ചെയ്യാൻ കൊടുക്കാം അല്ലേ? അതൊരു ദിവസത്തെ പണിയെ കാണത്തുള്ളൂ. മറ്റന്നാൾ സ്റ്റിക്കർ കഴിഞ്ഞാൽ പിന്നെ ആ ടയർ മാറണം അല്ലേ? ടയർ പഞ്ചർ ഓടിക്കണം. പഞ്ചർ കൂടി ഷിറ്റ് വലിയൊരു മുട്ട സാധനം കയറിയിരിക്കും ഇല്ലയോ? അപ്പോൾ ടയർ മാറുന്നിടത്ത് കൊണ്ട് പഞ്ചർ ഓടിച്ച് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്നത്തേക്ക് ഇറങ്ങാനോ? ഇനി തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച ഓടാനോ? തിങ്കളാഴ്ച ഞായറാഴ്ച പോകും അല്ലേ? ഇന്ന് ഏത് ദിവസം? ഇന്ന് ചൊവ്വാഴ്ച അല്ലേ? ബുധൻ വ്യാഴം വെള്ളി ചൊവ്വാഴ്ച. ഇന്ന് ബുധനാഴ്ച. ഇന്ന് ബുധനാണോ? ചൊവ്വല്ലേ? ഇന്ന് ബുധൻ. ഇന്ന് ബുധനാണോ? അപ്പം വ്യാഴം വെള്ളി ശനി ഞായറോ ഇപ്പോൾ തിങ്കളാഴ്ച ആവുമല്ലോ. അവിടെ ആ വണ്ടി ലൈറ്റ് അടിച്ചു. അപ്പോൾ ആ വണ്ടി അങ്ങ് പോട്ടെ. എടാ നമ്മൾ മറ്റേ ആ ഉത്സവത്തിന് പോയി മേടിച്ച സാധനം എന്ത് മറ്റേ സൈഡിൽ തൂക്കിയിടുന്നേ? ആ വണ്ടി ഇരിക്കും. ആ നെക്സോണത്ത് എടുത്ത് അന്ന് ഇട്ടായിരുന്നല്ലോ, നീ അത് വീട്ടിൽ വെച്ചോ? നീ പറഞ്ഞ വണ്ടി വിട്ടാ വണ്ടി വരെ വിട്ടാ മതി പറഞ്ഞേ. അത് ഓക്കെ. ആ വണ്ടി നീ എടുത്തോ? വീട്ടിലുണ്ട്. ആ അത് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അല്ലേ? എപ്പോഴും നമ്മള് രണ്ടാക്കെയാ. ഇവരിപ്പോ ലുലു വന്നേക്കുന്നോണ്ട് ഇപ്പൊ എന്തോ കാണിക്കുന്നു. ബ്രേക്ക് പിടിച്ചാ കാണാം. അപ്പുറത്തെ വണ്ടി വന്നപ്പോ നല്ലതാ. 14 ആ പോട്ടെ 10 11 10 9 8 7 6 5 4 3 2 കഴിയും. ഇവിടെ ലുലു വന്നേക്കുന്നതുകൊണ്ട് ഇപ്പൊ ഈ ഭാഗം ഭയങ്കര ബ്ലോക്ക് ആയി പോയി ഇല്ലയോ? നേരത്തെ ഇവിടെ തിരക്കില്ലായിരുന്നു, ഭയങ്കര പോസ്റ്റായി. ഷോറൂം എത്തില്ലേ? സമയത്തിലാടാ 6:26 10 മിനിറ്റ്.
വണ്ടിയുടെ കീ അവിടെ ഓഫീസിൽ ഏൽപ്പിച്ചേക്കുമോ? ഇവിടെ ഉണ്ട് താഴെ നമ്മുടെ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. പതുക്കെ എടുത്തു. ഓക്കെ, അങ്ങ് എടുത്തു. ബൈക്ക് ഓക്കെ, ബൈക്ക് ഓക്കെ. എന്നാടാ ലെഫ്റ്റ് റൈറ്റ് ബൈക്ക് എവിടെ? ഈ ബസ്സിന് ഈ സൈഡ് ഇട്ടാൽ മതിയില്ലേ? ബസ് വരുന്നതിൻ്റെ സൈഡ് ഇട്ടാൽ മതിയല്ലോ. മാറിയാലോ നീ വണ്ടിക്ക് അവറയല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ വണ്ടിയുമായിട്ട് ഷോറൂമിൽ വന്നു.